നമുക്ക് പേജ് നമ്പർ 84 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്ന ഇതാണ്. ദ സം ഓഫ് 2 ടൈംസ് എ നമ്പർ ആൻഡ് 7 ടൈംസ് ദ സെയിം നമ്പർ ഈസ് 27. വാട്ട് ഈസ് എ നമ്പർ? ഏതോ ഒരു സംഖ്യയുടെ 2 മടങ്ങും അതേ സംഖ്യയുടെ 7 മടങ്ങോടെ കൂട്ടിയാൽ നമുക്ക് 27 കിട്ടും. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ ഏതോ ഒരു സംഖ്യയുടെ 7 2 എത്ര? ഏതോ ഒരു സംഖ്യയുടെ 9 മടങ്ങ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 27 കിട്ടും. സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം. ഏതോ ഒരു സംഖ്യയുടെ 9 മടങ്ങാണ് എന്ത്? 27. സോ ദ നമ്പർ ഈസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. നമ്പർ ഈസ് ഈക്വൽ ടു 3 അല്ലേ? 3 9s ആണ് 27. അടുത്ത രണ്ടാമത്തെ ചോദ്യം. 99 ആഡഡ് ടു 12 ടൈംസ് എ നമ്പർ ഗീവ്സ് 21 ടൈംസ് ദ നമ്പർ. വാട്ട് ഈസ് ദ നമ്പർ? ഏതോ ഒരു സംഖ്യയുടെ 12 മടങ്ങിനോടുകൂടി 99 കൂട്ടിയാൽ അതേ സംഖ്യയുടെ 21 മടങ്ങ് കിട്ടുന്ന. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പറയാവുന്ന ഒരു ആശയം എന്താണെന്നറിയോ? അതായത് ഏതോ ഒരു സംഖ്യയുടെ 21 ടൈംസും ഏതോ ഒരു സംഖ്യയുടെ 12 ടൈംസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? 99 എന്ന് പറയാമല്ലോ. ശരിയല്ലേ? അതായത് ഇവരുടെ ഇടയിലുള്ള ആൻസർ എന്ന് പറയുന്നതാണ് 99. ഒരു സംഖ്യയുടെ 12 മടങ്ങും ഒരു സംഖ്യയുടെ 21 മടങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 99. അത് എഴുതുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതോ ഒരു സംഖ്യയുടെ 21 മടങ്ങും അതേ സംഖ്യയുടെ 12 ടൈംസും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് എന്ത്? 99. ക്ലിയർ അല്ലേ? സോറി, ആഡല്ല, ഡിഫറൻസ്. അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? 99 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരുന്നുണ്ട്? ആ നമ്പറിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 21 - 12 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 9 ഇൻറ്റു ഏതോ ഒരു നമ്പർ ഈക്വൽ ടു 99. സോ ഈ നമ്പർ ഈസി ആയിട്ട് പറയാം. നമ്പർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 9 ഇൻറ്റു 11 അല്ലേ? 9 ഇൻറ്റു 11 ആണ് 99. നമ്മുടെ കാൽക്കുലേഷൻ ശരിയാണോ നമുക്ക് നോക്കിയാലോ. അതായത് ഈ നമ്പർ 11 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നോക്കാം. 21 ഇൻറ്റു 11 എത്ര നോക്കാം. 1 2 1 2 1 3 2 231. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നോക്കാം. 11 ഇൻറ്റു 12 2 1 1. ആൻസർ ഈസ് 2 3 1. ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാലോ. 231 132 തമ്മിലുള്ള ഡിഫറൻസ് 11 - 2 9 വരും. ഇവിടെ 12 - 3 9 വരും. സോ കണ്ടില്ലേ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 99 തന്നെ കിട്ടിയില്ലേ? കണ്ടോ? ഓക്കെ.